ക്രിയാത്മകത വർദ്ധിപ്പിക്കുന്ന സ്നേഹം. പിത്തിയാസും ധാമാനും പിരിയുവാനാകാത്ത വലിയ സ്നേഹബന്ധത്തിലും സുഹൃത്ത് ബന്ധത്തിലുമായിരുന്നു. ഒരു ദിവസം ഗൂഢാലോചന കുറ്റം ചുമത്തി പിത്തിയാസിനെ സെറാക്യൂസ് ഭരിച്ചിരുന്ന ഡൈനീഷ്യസ് രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. അന്ത്യാഭിലാഷമായി മരിക്കും മുമ്പ് കുടുംബാംഗങ്ങളെ കാണണമെന്ന് പിത്തിയാസ് രാജാവിനെ അറിയിച്ചു. അതിന് അനുവാദം കൊടുത്താൽ തിരികെ വരുമോ എന്ന് ഡൈനീഷ്യസ് സംശയം പ്രകടിപ്പിച്ചു. ഉറ്റ സുഹൃത്തായ ദാമനം അടുത്തുണ്ടായിരുന്നു. ദാമാൻ ഇങ്ങനെ രാജാവിനെ അറിയിച്ചു: പിത്തിയാസ് തിരിച്ചു വരുന്നതുവരെ ജാമ്യം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അഥവാ അയാൾ വന്നില്ലെങ്കിൽ അയാൾക്കു വേണ്ടി ഞാൻ മരണം വരിക്കാം. അങ്ങനെ രാജാവ് പിത്തിയാസിനെ തൻ്റെ വീട്ടിലേക്ക് അയച്ചു. അദ്ദേഹം പോവുകയും ചെയ്തു. തിരിച്ചുവരവിനുള്ള സമയദൈർഘ്യം കൂടിയിട്ടും പിത്തിയാസ് വന്നില്ല. വീണ്ടും വീണ്ടും ആരാച്ചന്മാർ നോക്കിക്കൊണ്ടിരുന്നു. വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ദാമാൻ വധശിക്ഷയ്ക്ക് തയ്യാറായി. തൂക്കുമരത്തിലേക്ക് അടുത്തടുത്ത് ചെല്ലുകയാണ്. തൂക്കുമരത്തിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ അതാ ഓടിക്കിതച്ചുകൊണ്ട് പിത്തിയാസ് തിരികെ വരികയാണ്. തൂക്കുകയർ ഇടുന്നതിന് മുൻപ് പിത്തിയാസ് അലറി വിളിച്ചു: അരുത്, അവനെ കൊല്ലരുത്. ഈ സ്നേഹബന്ധം രാജാവിനെ മാറ്റിമറിച്ചു. പ്രിയരെ, രാജാവ് വളരെ വിചിന്തനായി തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി അവരെ രണ്ടുപേരെയും സ്വതന്ത്രരാക്കി വിട്ടയച്ചു. ഇതാണ് അതിരുകളില്ലാത്ത സ്നേഹം. ക്രിയാത്മകത വർദ്ധിപ്പിക്കുവാൻ സ്നേഹം അത്യാവശ്യമാണ്. പഠിപ്പിക്കുന്ന അധ്യാപകരോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ പഠിപ്പിക്കുന്ന വിഷയം നമുക്കിഷ്ടമാകൂ. അത് ആത്മീയ മേഖലയോ സാമൂഹിക രാഷ്ട്രീയ മേഖലയോ ആയാലും സുഹൃത്തിനെ ആപത്തിൽപ്പെടുത്താതെ മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തുന്നതാണ് നിർവ്യാജ സ്നേഹം. സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട മനുഷ്യബന്ധങ്ങൾ മനസ്സിനെയും ശരീരത്തെയും സുഖം ആക്കുക തന്നെ ചെയ്യും. പല ദുർഘടങ്ങളിൽ പെട്ടുപോയ പലരെയും രക്ഷിപ്പാൻ നിർവ്യാജ സ്നേഹത്തിലൂടെ മുൻപോട്ട് വന്ന പലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. മതങ്ങളും മതഗ്രന്ഥങ്ങളും തമ്മിൽ സ്നേഹിക്കാൻ ഘോരം പറഞ്ഞിട്ടും പറയുന്നവരും കേൾക്കുന്നവരും അനുദിനം സ്നേഹബന്ധത്തിൽ നിന്നും അകന്ന് മതതൃഷ്ണ കൊണ്ടും മതവൈരാഗ്യം കൊണ്ടും വ്യക്തിവൈരാഗ്യങ്ങൾ കൊണ്ടും യുദ്ധം ചെയ്യുകയല്ലേ, തകർത്ത് കളയുകയല്ലേ. രാജ്യത്തോട് യുദ്ധം ചെയ്യുന്നു. അത് സ്നേഹമില്ലായ്മയാണ്. മനുഷ്യനെ നിഷ്കരുണം കൊന്നെടുക്കുന്നു. അത് ദൈവസ്നേഹം ഇല്ലാത്തതിൻ്റെ ഭാഗമാണ്. മനുഷ്യർ പകയും വൈരാഗ്യവും വെച്ചു പുലർത്തുന്നു. അത് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. വിശുദ്ധ ബൈബിളിൽ യേശുവിൻ്റെ സന്ദേശം സ്നേഹം മാത്രമാണ്. ആ സ്നേഹമാണ് ലോകത്തിനു വേണ്ടി ക്രിസ്തു ചെയ്തതും. മരണാനന്തരമുള്ള സ്നേഹമല്ല ദാമാൻ പിത്തിയാസിനോട് കാണിച്ചത്. മരണത്തിൽ നിന്നും രക്ഷിക്കുന്ന നിർമ്മല സ്നേഹമാണ് അവൻ കാണിച്ചത്. സ്നേഹം മങ്ങിപ്പോകുമ്പോൾ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു. സ്നേഹം
ഉൾക്കൊള്ളാൻ സാധിച്ചാൽ സമൂഹത്തിൽ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാം. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. നല്ല ഒരു ശുഭ ദിനം കൂടി ഞാൻ നേരുന്നു. എല്ലാവരെയും കർത്താവ് തമ്പുരാൻ അനുഗ്രഹിക്കുകയും കാക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.